പാർത്ഥ, തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചടക്കി, അതായത് തലസ്ഥാനം കാവി പുതച്ചു എന്ന് തന്നെ പറയാം. ഇതിൽ UDF-ഉം LDF-ഉം അസ്വസ്ഥരാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേൾക്കുന്ന ഒരു കരക്കമ്പി എന്താണെന്ന് വെച്ചാൽ, BJP ശത്രുവിന്റെ ശത്രു മിത്രം എന്ന ഒരു തന്ത്രം പ്രയോഗിച്ച് തലസ്ഥാനത്ത് UDF-ഉം LDF-ഉം കൂടെ ഒന്നു ചേർന്ന് BJP-യെ ഒതുക്കാനുള്ളൊരു ശ്രമം നടത്തിയാലോ എന്നൊരു ആലോചന നടക്കുന്നതായി ഒരു കരക്കമ്പിയുണ്ട്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഒരുപക്ഷെ അങ്ങനെ ഒന്ന് സംഭവിക്കുകയാണ് എങ്കിൽ, ഇപ്പൊ പ്രാദേശികമായി തിരുവനന്തപുരത്തെങ്കിലും അങ്ങനെ സംഭവിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? സംഭവിച്ചാൽ എന്തായിരിക്കും പിന്നെ നടക്കാൻ പോകുന്നത്? അല്ല, യഥാർത്ഥത്തിൽ ഇപ്പോൾ കേൾക്കുന്ന ഒരു കാര്യം അനുസരിച്ച് പാലക്കാട്, തൃപ്പൂണിത്തുറ, തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ BJP ആണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന് പറയുന്നത്. BJPക്ക് അനുകൂലമായിട്ടായിരുന്നു അവിടുത്തെ ജനവിധി ഉണ്ടായത്. പക്ഷേ BJP വരാതിരിക്കാൻ വേണ്ടി LDF-ഉം UDF-ഉം ഒരുമിക്കുകയും അവിടെ മറ്റൊരാളെ, അതായത് ഈ പരസ്പരം ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ഒരാളെ ഈ പറയുന്നത് പോലെ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷനാക്കുകയോ അല്ലെങ്കിൽ നഗരസഭയുടെ, അതായത് മേയറാക്കുകയോ ഒക്കെ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ സ്ഥിതി അനുസരിച്ച് CPM-ഉം കോൺഗ്രസും ഭയങ്കര രാഷ്ട്രീയ ശത്രുക്കളാണ്. ഏറ്റവും വലിയ ശത്രുക്കൾ ആരാണെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരും വലിയ ശത്രുക്കളാണ്. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് തെരുവിളിക്കും, അതുപോലെ തന്നെ യെച്ചൂരിയെ കോൺഗ്രസ് വരെ തെരുവിളിക്കും. യെച്ചൂരി അല്ലെങ്കിൽ പോലും ഇപ്പം ജനറൽ സെക്രട്ടറി മാറി, ഇപ്പം MA ബേബി വന്നതിന് ശേഷം വലിയ തെരുവിളിയില്ല, കാരണം അയാൾ വലിയ റോളില്ല. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിൽ ഇവർ രണ്ടുപേരും ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിൽ പോലും കേരളത്തിലേക്ക് വരുമ്പോൾ ശത്രുക്കളാണ്. അപ്പൊ ഇവിടുത്തെ ജനങ്ങളെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, വാളയാറ് കഴിഞ്ഞാൽ ഇവർ ഇപ്പോഴും ഒന്നാണ്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ ഇവിടെ അവർ കാണിക്കാറില്ല എന്നുള്ളതാണ്. പക്ഷെ BJPക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകുമ്പോൾ ആ വിധിയെ അകറ്റി നിർത്താൻ വേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കി അവിടെ ഭരണം നേടുക എന്നുള്ളൊരു തന്ത്രം അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ പാലക്കാട് നഗരസഭയിലാണെങ്കിൽ അവിടെ വിജയിച്ചിട്ടുള്ള അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അവിടെ നഗരസഭയുടെ അധ്യക്ഷനാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ CPM-ഉം കോൺഗ്രസും ഒരുമിച്ച് നടത്തുന്നുണ്ട്. അതിൽ അവരിങ്ങനെ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് എന്ത് തന്നെയായാലും അടുത്ത 6 മാസത്തേക്ക് തൽക്കാലം ഈ തൃപ്പൂണിത്തുറ നഗരസഭയും പാലക്കാട് നഗരസഭയും ഒക്കെ BJP തന്നെ ഭരിച്ചോട്ടെ, ഈ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിടാം എന്നൊരു നിലപാടിലേക്ക് ഇവരൊക്കെ എത്തുന്നുണ്ട് എന്ന് ഞാൻ കേൾക്കുന്നുണ്ട്. കാരണം ജനങ്ങൾക്ക് മറവി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ 6 മാസം കഴിഞ്ഞ് ഇത് വന്നാൽ അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഇതൊക്കെ മറന്നുപോകും. അപ്പം അങ്ങനെ ഒരു സംഭവം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ നിർണായകമായ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന തിരുവനന്തപുരം നഗരസഭയാണ്. തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് തന്നെയാണോ ഈ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്ന് പറയുന്നത്? ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയും അവിടുത്തെ ജനവിധിയും BJPക്ക് അനുകൂലമായിട്ട് തന്നെയായിരുന്നു. BJP ഭരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുള്ളത്, തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ അവിടെ എന്ന് കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെയുള്ള സ്വതന്ത്രന്മാരെ എല്ലാം തന്നെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് LDF-ഉം UDF-ഉം ചേർന്ന് അവിടെ BJPയെ അകറ്റാൻ വേണ്ടി അവിടെ പുതിയൊരു തന്ത്രം അവിടെ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു തന്ത്രം മെനയുന്നു എന്നുള്ളതാണ്. അങ്ങനെ വരുവാണെങ്കിൽ സ്വതന്ത്രനെ മേയർ ആക്കും എന്ന് പറഞ്ഞപ്പോ പാറ്റൂർ രാധാകൃഷ്ണൻ മേയർ ആയേക്കും എന്ന രീതിയിൽ ഒന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവിടെ ഇപ്പോൾ 2 സ്വതന്ത്രന്മാരാണുള്ളത്. ആ 2 സ്വതന്ത്രന്മാരെയും കൂടെ നിർത്തിയതിന് ശേഷം ഈ പറയുന്ന പാറ്റൂർ രാധാകൃഷ്ണനെ മേയർ ആക്കിക്കൊണ്ട് പുറത്തു നിന്ന് പിന്തുണയ്ക്കുക എന്ന നിലപാടിലേക്ക് ഇവർ രണ്ടുപേരും പോകും. പുറത്തു നിന്ന് പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതിന്റെ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും മറ്റു വികസന കാര്യവും എല്ലാം തന്നെ തീരുമാനിക്കുന്നത് ഇവർ പരസ്പരമായിരിക്കും. ഒരു സംയോജിത കമ്മിറ്റി, അത്ര മാത്രമേ പറയാനുള്ളൂ. അത് ആ സമയം വരുമ്പോൾ CPM-ന് അഴിമതിയില്ല, ഒന്നുമില്ല. ഇപ്പം ലോട്ടറി അടിക്കാൻ പോകുന്നത് ഈ 2 സ്വതന്ത്രന്മാരിൽ ഒരാൾക്കാണ്. അതിൽ ഏറെ മുൻതൂക്കമുള്ളത് പാറ്റൂർ രാധാകൃഷ്ണനാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. അപ്പം രാധാകൃഷ്ണൻ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ഇങ്ങനെ ഒരു ലോട്ടറി വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ. പക്ഷേ ഇവിടെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് 50 സീറ്റാണ് നിലവിൽ ഈ പറയുന്ന പോലെ BJPക്കുള്ളത്. ഒരു സീറ്റിൽ ഇലക്ഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ സ്ഥാനാർത്ഥി മരിച്ചതുമായി ബന്ധപ്പെട്ട ഇലക്ഷൻ മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ BJP ജയിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്ലാനുകളെല്ലാം തന്നെ വെള്ളത്തിലാവും. കാര്യം 101 സീറ്റിൽ 50 സീറ്റ് പിന്നെ ആർക്ക് കിട്ടും? 51 സീറ്റ് BJPക്ക് ഉണ്ടാവും. അപ്പം അങ്ങനെയാകുമ്പോൾ അത് ഒരു ഭൂരിപക്ഷം എന്നുള്ള നിലയിലേക്ക് അവർ പോകും. ഇനി അതല്ലെങ്കിൽ അവിടെയും വേറെ ഒരാളാണ് വരുന്നതെങ്കിൽ ഈ പറയുന്ന അവിശുദ്ധ സഖ്യത്തിന്റെ സാധ്യത വളരെയധികം കൂടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സംശയം ചോട്ടെ, അപ്പൊ അങ്ങനെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇത് CPM-ന്റെ അണികളെയും കോൺഗ്രസിന്റെ അണികളെയും ഒക്കെ എങ്ങനെ ബാധിക്കും? തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4-5 നിയമസഭാ സീറ്റ് BJP നേടും എന്നുള്ളതാണ് അതിന്റെ ഒരു ഗുണമായിട്ട് വരാൻ പോകുന്നത്. കോർപ്പറേഷനേക്കാൾ വലിയ ഗുണം അവർക്ക് അവിടെ കിട്ടും. നിലവിൽ BJPയെ തറപറ്റിക്കാനാവുമെങ്കിൽ പോലും ഭാവിയിൽ ഇവർക്ക് തന്നെ ദോഷം ചെയ്യും, എന്ത് സംശയം? കാരണം അവിടെ
അവർ പരസ്പരം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആർക്കെതിരെയാണ്? CPM-നെതിരെയാണ്. കോൺഗ്രസ് പറയുന്നത് CPM-ന്റെ അഴിമതി മൂലം ജനങ്ങൾക്ക് പൊറുതിമുട്ടി, അയ്യപ്പന്റെ സ്വർണം കട്ടു, ഈ പറയുന്ന വീടുകളിലുള്ള പുതിയ വീടെടുക്കാൻ വേണ്ടി നമ്മൾ പെർമിറ്റിന് പോകുമ്പോൾ 500 രൂപ ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 50,000-വും 15,000-വും 30,000 രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്. കറണ്ട് ബില്ല് അനുദിനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പച്ചക്കറി വില ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ഈ പലതരത്തിലുള്ള പൊതുജനങ്ങൾക്ക് പല സേവനങ്ങൾ കൊടുക്കുന്ന സപ്ലൈകോ പോലുള്ള സ്ഥാപനങ്ങളിൽ ഒന്നും തന്നെ എന്തില്ല, സാധനങ്ങളില്ല, അവിടെ കൃത്യമായ വിലക്കുറവുകളില്ല, വിപണിയിൽ സർക്കാർ ഇടപെടുന്നില്ല. സർക്കാരിനെ ഇങ്ങനെ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ തരത്തിലുള്ള കാര്യവും കേരളത്തിൽ ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ ഇപ്പം പെൻഷൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നതിന് എന്താണ്, നമുക്കിപ്പം വീട്ടമ്മമാർക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കുന്നുണ്ട്, അല്ലാത്ത ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ 1000 രൂപയ്ക്ക് പകരം ഒരു കുടുംബത്തിന്റെ കയ്യിൽ നിന്ന് ഒരു മാസം ഈ ഗവൺമെന്റ് എത്രയാണ് അങ്ങോട്ട് വാങ്ങുന്നത്? അത് നമ്മൾ ആലോചിക്കണം. 1000 രൂപ ഇങ്ങോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ട് എല്ലാത്തിൻ്റെയും ചാർജ്, ഇപ്പോൾ കറണ്ട് ചാർജ് കിട്ടുന്നതിൻ്റെ എത്രയോ ഇരട്ടി ഇവിടെ കൂട്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ കറണ്ട് ചാർജ് കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയില്ല അതിനെപ്പറ്റി. ജനങ്ങൾ വിചാരിക്കുന്നത് ഇത് ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളതാണ്. അല്ല, ഇരട്ടിക്കാണ്. ഇപ്പോൾ ഇവിടുത്തെ KSEBയും ഇവിടുത്തെ ബിവറേജ് മാത്രമാണ് ഇങ്ങനെ ലാഭം ഉണ്ടാക്കുന്നത്. കാരണം 200 രൂപയുടെ മദ്യം ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി ഇരട്ടിക്ക് വിൽക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേരളം മാത്രമാണ്. അതുപോലെ തന്നെയാണ് വൈദ്യുതിയും ചെയ്യുന്നത്. ഇതൊക്കെ UDF പലതവണയായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ വിളിച്ചു പറയുന്ന തിരിച്ച് UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം ഈ സൈബർ അണികൾക്ക് ഇടയിലുണ്ട്. വലിയ ബദ്ധശത്രുക്കളാവുന്നുണ്ട്, വൈരാഗ്യമുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ BJPയെ അനുകൂലമായിട്ട് ജനവിധി വരുമ്പോൾ ആ ജനവിധിയെ അട്ടിമറിക്കാൻ ഒരു വളഞ്ഞ വഴി സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം പോലുള്ള ഒരു സ്ഥലത്ത് അത് വളരെ വലിയ രീതിയിൽ ആർക്ക് എതിരാവും? ഈ പറയുന്നത് പോലെ 2 മുന്നണികൾക്കും എതിരാവും. ഇപ്പോൾ മനോരമയുടെ ഒരു വിശകലനം വന്നിട്ടുണ്ട് നമ്മുടെ ഈ തദ്ദേശ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്. കഴിഞ്ഞ തവണ തദ്ദേശ ഇലക്ഷനിൽ വന്നത് CPM-ന് അനുകൂലമായിട്ടുള്ള സീറ്റുകളായിരുന്നു. അതായത് വലിയ വിജയം CPM-നുണ്ടായി. അത് വെച്ച് മനോരമ അന്ന് ഒരു വിശകലനം നടത്തി. ആ വിശകലനത്തിൽ കൃത്യമായി 101 സീറ്റ് നേടിയിട്ട് CPM അധികാരത്തിൽ വരുമെന്നായിരുന്നു മനോരമ പ്രവചിച്ചത്. കൃത്യം 99 സീറ്റുമായിട്ട് CPM അധികാരത്തിൽ വന്നു. ഇപ്രാവശ്യത്തെ സീറ്റ് നിലയും വോട്ട് നിലയും ഒക്കെ കൂട്ടി, അത് തദ്ദേശ ഇലക്ഷനിലെ ഈ സീറ്റ് നിലയൊക്കെ കൂട്ടി അവർ ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്നത് 80 സീറ്റ് UDFിന് കിട്ടുമെന്നും 55ലേക്ക് CPM ഒതുങ്ങുമെന്നും 2 സീറ്റ് BJPക്ക് കിട്ടാമെന്നും ആ 2 സീറ്റും തിരുവനന്തപുരത്തായിരിക്കും എന്നും പറയുന്നുണ്ട്. നേമവും വട്ടിയൂർക്കാവും BJP പിടിക്കുമെന്നാണ് വോട്ട് നില അനുസരിച്ച് ആര് പറയുന്നത്? മനോരമ പറയുന്നത്. അത് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അത് നേമവും വട്ടിയൂർക്കാവും എന്നതിനൊക്കെ മാറിയിട്ട് അത് പിന്നെ എന്താണ്, ഈ കാട്ടാക്കടയോ അല്ലെങ്കിൽ മുരളീധരൻ മത്സരിക്കുന്ന സ്ഥലങ്ങളോ ഒരുപാട് സീറ്റുകളുണ്ട്. 3-4 സീറ്റിലേക്ക് അത് വർദ്ധിക്കാം. ഇപ്പം നേരെ അപ്പുറത്ത്, അതായത് ഈ കാസർഗോഡ് മേഖലയിൽ BJP വളർന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയോ? അവിടെ ഈ അവിശുദ്ധ സഖ്യമാണ്. അവിടെ പല പഞ്ചായത്തുകളിലും CPM, മുസ്ലിം ലീഗ്, CPM, UDF സഖ്യമുണ്ട്. ആ സഖ്യങ്ങൾ കണ്ടുമടുത്താണ് അവിടെ വലിയ മുന്നേറ്റം ആർക്കുണ്ടായത്? BJPക്ക് ഉണ്ടായത്. ഈ തവണ കാസർഗോഡ് ജില്ലയിൽ പല പഞ്ചായത്തുകളും BJP പിടിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് പിടിച്ചത്? ഇവരുടെ ഈ അവിശുദ്ധ സഖ്യം കണ്ട് മടുത്തിട്ടാണ് അവിടെ ഇത്തരത്തിലൊരു കാര്യം ഉണ്ടാകുന്നത്. അപ്പം അതുകൊണ്ട് ഇനി പാറ്റൂർ രാധാകൃഷ്ണനെ മേയറാക്കി ഒരു അവിശുദ്ധ സഖ്യത്തിന് ഇവർ ശ്രമിക്കുകയാണെങ്കിൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകും. നേരെ മറിച്ച് BJP ഒരു അപകടം കൂടെ മുന്നിൽ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരുപക്ഷെ അങ്ങനെയും സംഭവിക്കാം. ആക്കാമെന്ന് പറഞ്ഞാൽ പാറ്റൂർ രാധാകൃഷ്ണൻ പുറകോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം ആരായാലും മേയർ പുറകോട്ട് പോലില്ല. ഇപ്പോൾ ഏതൊരു ദിലീപിൻ്റെ സിനിമയുണ്ട്, ആ സിനിമയിൽ പറയുന്ന പോലെ സ്വതന്ത്രൻ പുള്ളിയാണ്, അപ്പം നഗരസഭ പിടിക്കുന്നു, അത് ആരുടെ പക്ഷത്ത് ചേരണം എന്ന് പറയുന്ന പോലെയാണ്. ഇപ്പം അതുപോലെ പാറ്റൂർ രാധാകൃഷ്ണന് ലോട്ടറി അടിക്കാനുള്ള സാഹചര്യമാണോ ഇപ്പം നിലവിലുള്ളത് എന്നുകൂടെ നമ്മൾ പരിഗണിക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. എന്തായാലും BJP അതിനെ എങ്ങനെ നേരിടും? പ്രധാനമന്ത്രിയൊക്കെ വന്നിട്ട് വലിയ വികസന പ്രവർത്തനങ്ങളുടെ പ്രഖ്യാപനങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ സ്ഥലത്ത് പ്രധാനമന്ത്രിക്ക് എന്താണ് വരാനുള്ള ഫ്ലൈറ്റൊക്കെ റദ്ദാക്കേണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷെ എന്തായാലും അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് കേരളത്തിൽ ഈ പറയുന്ന പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും കോൺഗ്രസിനും വലിയ തിരിച്ചടി ഉണ്ടാകും.